ഹലോ കൂട്ടുകാരെ, ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം കുറേ നാളായി ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസോ വ്ളോഗ് വീഡിയോസോ അങ്ങനെയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് കരുതി രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷായിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സദ്യയൊക്കെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായിട്ടായിരുന്നു സദ്യയൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് അത് തീർന്നത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ കുറച്ച് അത്യാവശ്യം നല്ലൊരു സദ്യ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പരിപ്പായാലും പപ്പടമായാലും തോരന്, പിന്നെ പുളിയിഞ്ചി, ഇഞ്ചിക്കറി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒഴിക്കാൻ പരിപ്പുണ്ടായിരുന്നു, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ പിന്നെ ഞാൻ ഫസ്റ്റിൽ അതൊഴിച്ച് കഴിച്ചില്ല, ലാസ്റ്റാണ് സാമ്പാറൊക്കെ ഒഴിച്ച് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല പാലടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാലട ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും എന്തോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം രാത്രിയൊക്കെ ആയി കേട്ടോ. 8 മണിയൊക്കെ ആയി. 8 മണി വരെ ഉണ്ടായിരുന്ന അമ്പലം. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. എന്തായാലും തൊഴുവാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ, വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇനി കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ട്. വരുന്ന വഴിക്കൊരു ടോയ് കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ കയറി മോന് കാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം കുറച്ച് നാൾ കൊണ്ട് ഈ കട കാണുമ്പം അവിടെ കയറണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും കയറി നല്ല സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്നും പോവുകയാണ്. ഇനി പോരുന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ഇനി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഈ മോൻ അതിലും ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം വൈറ്റ് ഫോറസ്റ്റാണ് ബ്ലാക്ക് ഫോറസ്റ്റാണ് വാങ്ങിയത്. പിന്നെ നമ്മുടെ 6 ഇയർ ആയ കേട്ടോ. അപ്പം 6 ഇയറിൻ്റെ ഒരു ക്യാൻഡിലൊക്കെ വാങ്ങി അതൊക്കെ കത്തിച്ച് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം കഴിച്ച് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു.